അപ്പോൾ പ്രിയപ്പെട്ടവരെ, സമയം 8 മണി കഴിഞ്ഞ് 32 മിനിറ്റ്. നമുക്ക് തൃക്കാക്കരയിലോട്ടൊന്ന് പോകാം. ഇന്നലെ തൃക്കാക്കരയെക്കുറിച്ച് പറയുമ്പോഴാണ്, തൃക്കാക്കരയിൽ ഞാൻ ഇന്നലെ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു, ഉത്രാട സദ്യ ഉണ്ണാൻ ഞാൻ പോകും എന്ന് പറഞ്ഞിരുന്നു. ഞാൻ പോയപ്പോഴേക്ക് നല്ല തിരക്കായിരുന്നു. അവിടെ പഴയിടത്തെ കണ്ടു, അവിടെ ഭക്ഷണം കഴിച്ചു. ഇന്നലെ 12 കൂട്ടം വിഭവങ്ങളാണ്, വാമനന് ഇഷ്ടപ്പെട്ട വിഭവങ്ങളാണ് ഉത്രാടത്തിൻ്റെ അന്ന് സദ്യയ്ക്ക് ഒരുക്കിയിരുന്നത്. നല്ല ഭക്ഷണം കേട്ടോ. 10,000 ആളുകൾക്കാണ് ഉണ്ടാക്കിയത്. പക്ഷേ പിന്നീട് വന്നപ്പോഴാണ് 10,000 ഒന്നും അല്ല, 10,000-15,000 ആളുകൾ ഇന്നലെ വന്നു. ഒരു 2,000-3,000 ആളുകൾ അധികം വന്നു തൃക്കാക്കരയിൽ. അപ്പോൾ അവർക്കുള്ള മൊത്തം വിഭവങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മൾ ചെല്ലുമ്പോഴേക്ക് പായസമൊക്കെ കഴിഞ്ഞുപോയി. എങ്കിലും കുറച്ച് പായസം അവിടെ എടുത്ത് വെച്ചിരുന്നു. അവിടെ കമ്മിറ്റിക്കാർക്കൊക്കെ കുടിക്കാൻ വേണ്ടി വെച്ചിരുന്നതായിരിക്കണമെന്ന് തോന്നുന്നു. അതിൽ നിന്ന് കുറച്ച് പായസം കിട്ടി, ഒരു തുള്ളി. അപ്പോൾ കൊള്ളാം, ഗംഭീരമായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ തുടർച്ചയാണ്. തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ മഹാബലി എതിരേൽക്കൽ ചടങ്ങ് ഇപ്പോൾ നടക്കുകയാണ്. നിതിൻ സേവ്യർ ഇപ്പോൾ തൃക്കാക്കരയിലുണ്ട് വാമനമൂർത്തി ക്ഷേത്രത്തിൽ. നിതിൻ, വെരി ഗുഡ് മോർണിംഗ്. ഹാപ്പി തിരുവോണം നിതിൻ. തിരുവോണാശംസകൾ. നല്ല ഓണം ആവട്ടെ. തൃക്കാക്കരയിൽ എന്താണ്, ഇന്നും നല്ല തിരക്കുണ്ടോ? ഇന്നലെ 15,000-ത്തിനടുത്ത ആളുകൾ ഉത്രാട സദ്യ കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ചടങ്ങുകൾ എന്തൊക്കെയാണ്? 11 മണിക്ക് തന്നെ സദ്യ ആരംഭിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നും പഴയിടം തന്നെയാണ് സദ്യ ഒരുക്കുന്നത്. ഇന്ന് 15,000-ത്തിലധികം ആളുകൾക്ക് സദ്യ ഒരുക്കുന്നു എന്നാണ് പറഞ്ഞത്. 20 കൂട്ടത്തോളം വിഭവങ്ങളുണ്ട് എന്നും ഇന്നലെ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് തൃക്കാക്കരയിൽ കാര്യങ്ങൾ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ആദ്യം തന്നെ തിരുവോണത്തിന് ആശംസകൾ നേരുന്നുണ്ട്. ഏതായാലും തൃക്കാക്കരയിൽ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് രാവിലെ മുതൽ തന്നെ, നമ്മൾ രാവിലെ 6 മണിക്ക് ഇവിടെ എത്തിയപ്പോൾ മുതൽ തന്നെ ഈ ദർശനം ലഭിക്കാൻ അല്ലെങ്കിൽ തൊഴാനായി വലിയ നീണ്ട ക്യൂ, അതായത് ഈ ക്ഷേത്രം ചുറ്റി റോഡിലേക്ക് വലിയ നീണ്ട ക്യൂ നമുക്ക് രാവിലെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഈ കേരളത്തിലെ തന്നെ ഓണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃക്കാക്കര ക്ഷേത്രം. വാമനനെ ആരാധിക്കുന്ന, സാധാരണ ഓണക്കഥകളിലൊക്കെ വാമനൻ വില്ലനാണ്. നമ്മൾ വില്ലനായാണ് അദ്ദേഹത്തെ പഠിച്ചിട്ടുള്ളത്, കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ക്ഷേത്രത്തിൽ വാമനെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. നമ്മൾ രാവിലെ ഈ ലൈവ് കൊടുത്തപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം, അതായത് ഈ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിന്ന്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ വന്ന് നമ്മളോട് പറഞ്ഞത് അങ്ങനെയല്ല. ഇവിടുത്തെ കൃത്യമായ വിശ്വാസം, അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്നത് മഹാവിഷ്ണു അവതാരമായി എത്തി മഹാബലിയുടെ തലയിൽ പാദം വെച്ച് അനുഗ്രഹിച്ചു, അങ്ങനെ തന്നെ കൃത്യമായി നമ്മൾ പറയണമെന്ന് പറയുന്നു. അവർ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അവർ രാവിലെ തന്നെ ഇവിടെ എത്തി ഈ തൊഴുത് അവർ പുണ്യ ദർശനം നടത്തി ഇവിടെ നിന്ന് മടങ്ങാനുള്ള ശ്രമത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ചാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് തിരുവോണ ദിവസം മലയാളികൾ ഏറ്റവും അധികം ആഘോഷിക്കുന്ന, ഏറ്റവും അധികം കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് വന്ന് അനുഗ്രഹം വാങ്ങി പോകുമ്പോൾ വലിയ മനസ്സമാധാനം കൂടി ലഭിക്കുന്ന, അല്ലെങ്കിൽ സമാധാനവും സന്തോഷവും കൂടെ ലഭിക്കുന്ന ഒരു ദിവസമാണ്. തീർച്ചയായും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരങ്ങളിൽ ഒന്നാണത്. അതായത് മഹാബലിയെ എതിരേൽക്കൽ ചടങ്ങാണ്. അത് അല്പസമയം മുൻപാണ്. അതായത് ഈ ക്ഷേത്രവളപ്പിൽ തന്നെ മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലം, അല്ലെങ്കിൽ അതിവിടെയാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ തന്നെ മറ്റൊരു ഭാഗത്ത് നിന്നും ഈ മഹാബലിയെ ഇത്തരത്തിൽ എതിരേറ്റ് കൊണ്ടുവന്ന്, വാമനൻ ഈ ക്ഷേത്രത്തിൽ നിന്നും അങ്ങോട്ട് പോയി തിരിച്ച് എതിരേറ്റ് കൊണ്ടുവന്ന് ഈ ക്ഷേത്രത്തിനകത്തേക്ക് കൊണ്ടുവന്നൊരു ചടങ്ങാണ്. ഒപ്പം ആനയുടെ ഒക്കെ അകമ്പടിയുണ്ട്. നിരവധി ആനകളുടെ ഒക്കെ അകമ്പടിയോടെയാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ആ ചടങ്ങിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ മഹാബലിയെ എതിരേറ്റ് ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ്. ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക്, അമ്പലത്തിനുള്ളിലേക്ക് അല്പസമയത്തിനകം ഈ മഹാബലിയെ എതിരേറ്റ് കൊണ്ടുപോകും. അതിൻ്റെ ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷമാണ് നേരത്തെ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ സദ്യ അടക്കമുള്ളത്. കാരണം നിരവധി ആളുകൾ, ഈ തൃക്കാക്കര ഭാഗത്തുള്ള ആളുകളൊക്കെ തന്നെ ഇന്ന് സദ്യ ഉണ്ടാക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. അവരൊക്കെ തന്നെ ഈ തൃക്കാക്കര ക്ഷേത്രത്തിൽ വന്നായിരിക്കും ഈ സദ്യ ഉണ്ട്. നമുക്ക് ചില ആളുകളുടെ കൂടി പ്രതികരണം എടുക്കാം എന്ന് തോന്നുന്നുണ്ട്. എങ്ങനെയുണ്ട് ഓണമായിട്ട് രാവിലെ? അതെ, എല്ലാ കൊല്ലം ഇവിടുത്തെ വീട് ഇവിടെ തന്നെയാണോ? അതെ അതെ, ഇവിടെ തന്നെ എല്ലാ കൊല്ലം ക്ഷേത്രത്തിൽ വരാറുണ്ട്? എല്ലാ വർഷവും വരും. ഹാപ്പി വേണം. എങ്ങനെയുണ്ട് ക്ഷേത്രത്തിലേക്ക് രാവിലെ തന്നെ വന്നല്ലേ? അതെ, ഇപ്പോൾ ഒന്നുള്ളൂ. ഇവിടെ തന്നെയാണോ? വീട് ഇവിടെ തന്നെയാണോ? അല്ല, പുക്കാട്ടുപടി. ചെറിയ മഴയുണ്ട്, അപ്പോൾ ചെറിയ പ്രശ്നമുണ്ടോ? അത് കുഴപ്പമില്ല, ഇത് സ്ഥിരമല്ല. വീട് ഇവിടെ തന്നെയാണോ? കുരിശിന്ന് ഇവിടെ എല്ലാ വർഷവും ഇവിടെ വരും. ഞാൻ മിനിയാന്ന് വന്നതാ. അവളെ കുറച്ച് മഴ ഉണ്ട്, മഴ ചെറിയ പ്രശ്നമൊന്നുണ്ടല്ലേ? അല്ല, ഇത് വർഷം പറഞ്ഞ മഴയാണ് കുഴപ്പമുള്ളത്. പിന്നെ സദ്യയൊക്കെ കഴിച്ചിട്ടാണോ പോകുന്നത്? ഡോക്ടർ അരുൺകുമാർ, നമ്മൾ രാവിലെ ചില ആളുകളൊക്കെ സംസാരിച്ചിരുന്നു. അതായത് തമിഴ്നാട്ടിൽ നിന്നടക്കം ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ള ആളുകളുണ്ട്. കാരണം
വാമനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ വാമനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വളരെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിലൊന്നാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഓണം ഏറ്റവും അധികം ആഘോഷിക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് തൃക്കാക്കര ക്ഷേത്രം. അപ്പോൾ ഓണത്തിൻ്റെ ആ പൈതൃകവും ഐതിഹ്യവും ഒക്കെ പേർന്ന ഈ ക്ഷേത്രത്തിലേക്ക് സംസ്ഥാനത്ത് നിന്ന് മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രാവിലെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ചില ഭക്തരെ കണ്ടിരുന്നു, ചില വിശ്വാസികളെ കണ്ടിരുന്നു. അങ്ങനെ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് ഓണത്തിന് എത്തുന്നുണ്ട്. വലിയ ആഘോഷങ്ങളിലേക്ക് ഇവിടെ കടക്കും. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇന്ന് 10:15 സദ്യ ആരംഭിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പം കൂടി നേരത്തെ കഴിഞ്ഞ ദിവസവും സദ്യ തികയാതെ വന്നൊരു സാഹചര്യം ഉണ്ടായത്. കാരണം ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇനിയും ഇന്നും 15,000-ലധികം ആളുകൾക്കുള്ള സദ്യയാണ് പഴയട മുറിക്കുന്നത്. താങ്ക് യു നിതിൻ സേവർ. പഴയടത്തിന് സദ്യ കഴിച്ചിട്ട് പോയാൽ മതി നിതിൻ സേവരും. അപ്പോൾ ചില ആളുകളെ വാമനൻ, നിങ്ങൾ കുറേ പോലെ എങ്ങനെയാണ് വാമനനോടൊപ്പവും മഹാബലിക്കൊപ്പവും നിൽക്കാൻ കഴിയുക എന്ന ചോദ്യം നമ്മൾ കുട്ടിക്കാലം മുതലേ കേട്ടിട്ടുണ്ട്. പലരും പല വിശ്വാസങ്ങളനുസരിച്ചാണല്ലോ, ഐതിഹ്യമാണല്ലോ. അതിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം വാമനത്വം എന്നുള്ളതാണ് മഹാബലിയുടെ കാര്യത്തിൽ നമ്മൾ ഉപേക്ഷിക്കേണ്ടത്. വാമനനത് പഠിപ്പിച്ചു തരികയാണ്. വാമനത്വം എന്നുള്ളത് നിങ്ങൾ എത്ര ഉയർന്നു നിൽക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഒരു വാമനൻ ഉണ്ടാവാം എന്നുള്ളതാണ്. ആ വാമനത്വം ഉപേക്ഷിക്കണം എന്നതാണ് പറയുക. അപ്പോൾ വാമനൻ മഹാബലിയായിട്ട് തൻ്റെ രൂപം കാട്ടിക്കൊടുത്തിട്ടാണ് ഈ മഹാബലിയെ ചവിട്ടി താഴ്ത്തി മഹാബലിയെ അനുഗ്രഹിച്ച് തലയിൽ പാദം വെച്ച് അനുഗ്രഹിച്ചത് എന്നതാണ് വാമനനെ ആരാധിക്കുന്നവർ കരുതുന്നത്. തിരിച്ചപ്പുറത്ത് മഹാബലിയെ ആരാധിക്കുന്നവർ കരുതുന്നത് മോക്ഷം കിട്ടി എന്ന് കരുതുന്ന ഒരു വിഭാഗമുണ്ട്. ചവിട്ടി താഴ്ത്തിയിട്ട് തിരിച്ചു വരും എന്ന് കരുതുന്നവരും ഒരു ഭാഗത്തുണ്ട്. അതെന്ത് തന്നെയാണെങ്കിലും ഊർജ്ജമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മുടെ ഉള്ളിലുള്ള വാമനത്വത്തെ കൈവിടിയാനുള്ള ഒരു വേള കൂടിയായി ഈ ഓണത്തെ കാണുക എന്നതാണ്. നല്ല മൂക്കുമുട്ട കഴിച്ച് നല്ല കോടിയൊക്കെ ഒഴിച്ച് രണ്ടടിച്ച് വഴി കിടക്കാനുള്ള പരിപാടിയല്ല ഓണം എന്നുള്ളത് പറഞ്ഞ് മനസ്സിലായല്ലോ. ഉള്ളിലുള്ള വാമനത്വത്തെ നമ്മൾ ഇറക്കിക്കളയുക, അതിന് കൂട്ടുകാരോടൊപ്പം ചേർന്ന് സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് അല്ലേ. അതുകൊണ്ടാണ് നബിദിനത്തിൻ്റെ ഒപ്പമാണ് പലപ്പോഴും ഈ ഓണാഘോഷ പരിപാടികളും ഒക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്നത്. അപ്പോൾ ഇന്നലെ ഉത്രാടവുമായിരുന്നു, നബിദിനവുമായിരുന്നു.